എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു ഈവനിങ് വാക്കിന് വന്നതാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അയലക്കത്തെ പാർക്കാണ്. അതായത് നമ്മുടെ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ളൊരു പാർക്കിലേക്ക് വരുവാണ്. അപ്പോൾ ആ പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാമേ. അപ്പോൾ ഈ കാണുന്നതാണ് പാർക്കിൻ്റെ ഒരു ഭാഗത്തെ എൻട്രി. അവിടെ വാക്കിംഗ് പാത്ത് ഉണ്ട്. പാർക്കിന് ചുറ്റും വേണമെങ്കിൽ നമുക്ക് നടക്കാനോ ഓടാനോ ഒക്കെയുള്ള റണ്ണിങ് വേയും അതേപോലെ തന്നെ വാക്കിംഗ് പാത്തും ഉണ്ട്. ഇപ്പം ഞാൻ വാക്കിംഗ് പാത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാ പാർക്കിലുള്ള ചെറിയൊരു ക്രീക്കാണ്. അപ്പോൾ ഈ ലൂക്കസിലുള്ള ക്രീക്കുകളെല്ലാം മാൻമെയ്ഡ് ആണ് കേട്ടോ. ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, അർബൻ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഓരോ റെസിഡൻഷ്യൽ ഏരിയയിലും ഓരോ ക്രീക്കുകൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ക്രീക്കുകളെല്ലാം പരസ്പരം കണക്റ്റഡുമാണ്. യാരോവി ക്രീക്ക് സിസ്റ്റം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ കുറച്ച് ഭാഗത്തെ ക്രീക്കുകളൊക്കെ നാച്ചുറലും കുറച്ചൊക്കെ കൂടുതലും റെസിഡൻഷ്യൽ ഏരിയയിൽ വരുന്നതെല്ലാം മാൻമെയ്ഡുമാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ക്രീക്സും റിസർവോയറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൻട്രൽ ഹൈലാൻഡ് വാട്ടറാണ്. അവരാണ് നമ്മുടെ കുടിവെള്ളത്തിൻ്റെയൊക്കെ മേജർ സപ്ലയേഴ്സ്. വാട്ടർ ആക്ടിവിറ്റീസ് ലൈക്ക് സ്വിമ്മിങ്ങും വേഡിങ്ങും ഒന്നും ഇങ്ങനത്തെ റിസർവോയറുകളിൽ അല്ലെങ്കിൽ ക്രീക്കുകളിലൊന്നും അലൗഡ് അല്ല. അത് വാട്ടറിൻ്റെ സേഫ്റ്റിയും ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ക്രീക്കിന് ചുറ്റും ഇതേപോലത്തെ കുറ്റിച്ചെടികളും പുൽപ്പൊന്തകളും ഒക്കെ ധാരാളമുണ്ട്. അതിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ വൈൽഡ് ഡക്സിൻ്റെയും സ്വാൻസിൻ്റെയും അതർ വാട്ടർ ബേർഡ്സിൻ്റെ ഒക്കെ കൂടുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു നാച്ചുറൽ എക്കോസിസ്റ്റം. അവിടെ കുറേ ഡക്സ് കൂട്ടം കൂടി ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. ഈ പൊന്തക്കാട്ടിക്കടെയൊക്കെ ഇറങ്ങിപ്പോകാൻ പേടിയാണ്. സ്നേക്കൊക്കെ ഉണ്ടോയെന്ന്. കണ്ടില്ലേ, ദേ കുറേ ഡക്സ് അവിടെ ദേ പാറമേ കയറി വെയിൽ കൊള്ളാനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെ അനക്കം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഓരോന്നോരോന്ന് പുതിയ വെള്ളത്തിലേക്കൊക്കെ ചാടി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ വരുമ്പോൾ ഒക്കെ ഇതിങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നീന്തി തുടിച്ച് നടക്കുന്നതൊക്കെ കാണാമേ. അതിൻ്റെ കരയിൽ തന്നെ സാമാന്യം വലിപ്പമുള്ളൊരു പാർക്കുണ്ട്. തരക്കേടില്ലാത്ത വിധം റൈഡുകളും ഉണ്ട് അവിടെ. ഇടയ്ക്ക് ഞാൻ അദ്വൈതനെയും കൊണ്ടൊക്കെ വരാറുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ എയിം ഈവനിങ് വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാർക്കിൽ കയറുന്നില്ല. ദേ കാണുന്നത് സീനിയർ എക്സസൈസ് പാർക്കാണ്. ഒരുപാട് പ്രായമുള്ളവർക്കൊന്നും വലിയ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള മൈൽഡ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ. അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡും വെച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യേണ്ടതെന്ന് അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി വീഡിയോ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് QR കോഡും കൊടുത്തിട്ടുണ്ട്. What is this? It's a finger. What? It's a finger stepping. Do you want to show me? Yeah. Are you sure is that for that? Yeah. There's more other things for this. അവനാ പറഞ്ഞത് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. പക്ഷെ അത് തന്നെയാട്ടോ സംഭവം. എല്ലാവർക്കും ഈക്വലായിട്ടൊരു കൺസിഡറേഷൻ കൊടുക്കുന്ന ഈ ഒരു സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടികൾക്കും അഡൾട്ട്സിനും സീനിയർ സിറ്റിസൺസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാർക്ക്. കൂടാതെ ടോയ്ലറ്റും ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈയും പെറ്റിന് വേണ്ടി വെള്ളം കൊടുക്കുന്ന സംവിധാനവും എല്ലാം അവിടെ ഉണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൻ്റെ അങ്ങേയറ്റത്താണ് അദ്വൈതിൻ്റെ സ്കൂള്. നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം ഉറങ്ങി കഴിഞ്ഞിട്ട് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഭയങ്കര കാറ്റാണ്. എനിക്കാണെങ്കിൽ സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നാക്കൊക്കെ കുഴഞ്ഞു പോകുന്ന പോലെ. മൂക്കൊക്കെ അടഞ്ഞിട്ട് ജലദോഷത്തിൻ്റെ ഒക്കെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ ഒരു പാർക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു പാർക്ക് കണ്ടപ്പോൾ ഇവിടെ ട്രാംപോളിനുണ്ട്. അപ്പോൾ അദ്വൈതിന് ആ പാർക്കിൽ കയറിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ പാർക്കിലും കൂടെ ഒന്ന് കയറി. ശരിക്കും ബേബി ഉണ്ടായ ശേഷം എനിക്ക് അദ്വൈതിൻ്റെ കൂടെ കളിക്കാനും അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള ടൈം വളരെ കുറവായിരുന്നു. അപ്പോൾ ഇന്ന് അനിയേട്ടനെ ബേബി സിറ്റിങ്ങിന് ഇരുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്കിന് വന്നത്. നല്ല സ്ട്രോങ് വിൻഡ് ഉണ്ട്. അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അവന് പിന്നെ പണ്ടേ തണുപ്പൊരു പ്രശ്നമല്ല. ചൂടത്ത് മാത്രം അവൻ്റെ ദേഹത്തോടെ ചൂടൂരൊക്കെ വരും. ചൂട് അവന് വലിയ ഇഷ്ടമില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് അദ്വൈതിൻ്റെ കൂടെ പഴയ പോലെ കളിച്ചും ചിരിച്ചും കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇപ്പം ന്യൂ ബോൺ ബേബീസ് ഉള്ള അമ്മമാർക്കറിയാം എന്ത് സ്ട്രെസ്ഫുള്ളാണ് ബേബി കെയർ. പ്ലസ് നമ്മൾ ഫുൾ ടൈം വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ല സ്ട്രെസ്ഫുള്ളാണ് ലൈഫ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചിലപ്പോൾ മൂത്ത കുട്ടീനെ അത്രയ്ക്ക് അങ്ങ് ശ്രദ്ധിച്ചു എന്ന് വരത്തില്ല. ബട്ട് ഓഫൻ ഐ ഫീൽ ലൈക്ക് ഹീ ഈസ് വെൽ അഡാപ്റ്റഡ്. താങ്ക് ഗോഡ്.